നമസ്കാരം. ഇതൊരു അച്ചായന് കൊടുക്കുന്ന ചെറിയ മറുപടിയാണ്. അച്ചായൻ മറുപടിയൊന്നും അർഹിക്കുന്ന ആളല്ലെങ്കിലും, കാരണം സ്ഥിരം എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ താൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ട് പിന്നീട് അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ട് പുതിയ സ്റ്റാൻഡ് പിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ കഞ്ഞി കുടിക്കാനുള്ള കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയോടെ മാത്രം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു മാത്തു അച്ചായനുണ്ട്. നിങ്ങൾക്കറിയാം, പണ്ട് അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയെയും RSSനെയും BJPയെയും ഒക്കെ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്തോ മണ്ടത്തരം പറഞ്ഞു. അതോടെ അവരെടുത്തിട്ട് അലക്കി. ഇപ്പോൾ മോദിയെയും RSSരെയൊക്കെ കണ്ണെടുത്താൽ അദ്ദേഹത്തിന് കണ്ടുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അച്ചായൻ ഈ അടുത്ത സമയത്ത് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഒരു ചെറിയ വീഡിയോ കണ്ടാണ്. നമ്മുടെ ഉമാ തോമസ് MLA പുള്ളിക്കാരി എറണാകുളത്ത് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ ആശുപത്രിയിലായിരുന്നു. അവർക്ക് ചില ഇൻറ്റേർണൽ ഇഞ്ചുറീസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നും തനിക്ക് മോചനം നൽകിയത് ഹോമിയോപ്പതി മെഡിസിനായിരുന്നു. ആശുപത്രിയിൽ അതലോടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രസാദമാണ് എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കടത്തി ചെവിയുടെ പുറകിൽ അത് പുരട്ടിയാണ് എൻ്റെ ചില ഇൻറ്റേർണൽ ഇഞ്ചുറീസ് മാറിയതെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് അവരുടെ ആ പ്രശ്നം മാറി എന്നത് കേട്ടപ്പോൾ നമ്മുടെ മാത്തുച്ചാനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹോമിയോപ്പതി ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ ശാഖയല്ലല്ലോ. ഹോമിയോപ്പതി കൊണ്ട് രോഗം മാറുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സംശയം. അപ്പോൾ എനിക്ക് മാത്തുച്ചാനോട് പറയാനുള്ള ഇതാണ്, താങ്കൾ ഈ അറിവില്ലാത്ത കാര്യങ്ങളിൽ കൂടെ ഓരോരോ അഭിപ്രായം പറഞ്ഞ് പിന്നീട് താങ്കൾക്ക് അത് മാറ്റേണ്ടി വരുന്ന ഒരു ഗതികേട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാൻ വേണ്ടി ഒരു ചാനലിനെ ഉപയോഗിക്കരുത്. പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിലയിരുത്തണം. താങ്കൾ സംസാരിക്കുന്നത് കേരളത്തിലെ ആൾക്കാരോടാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കം ചിലയിടത്ത് മാത്രമാണ് അവർക്ക് അബദ്ധം പറ്റുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് ഏത് മേഖലയിലാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഞാനതേക്കുറിച്ച് കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും വളരെ വ്യക്തമായ വസ്തുനിഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് കേട്ട് വിശ്വസിച്ചോളും ഇവിടുത്തെ ജനം എന്നൊരിക്കലും താങ്കളും താങ്കളെപ്പോലുള്ളവരും കരുതാൻ പാടില്ല. കുറേ കാലം കുറേ പേരെ വിഡ്ഢികളാക്കാൻ പറ്റും. എല്ലാ കാലവും എല്ലാ പേരെയും വിഡ്ഢികളോ മണ്ടന്മാരോ മണ്ടികളോ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഹോമിയോപ്പതിയെക്കുറിച്ച് ഈ അച്ചാനെ പോലെയുള്ള സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടി എൻ്റെ നേരിട്ടുള്ള അറിവിലെ 4-5 കാര്യങ്ങൾ പറയാം. ഒന്ന്, എൻ്റെ ബന്ധത്തിലൊരു പെൺകുട്ടിയുണ്ട്. അവളൊരു ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. ഈ കുട്ടി എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി മെഡിസിൻ മാത്രമേ കഴിക്കൂ. ഞാനത് വൈകിയാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ പഠിക്കുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രമാണ്, നീ അവിടുത്തെ ഒരു ഡോക്ടറാണ്, എന്നിട്ട് നീ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് നിൻ്റെ വൈദ്യശാസ്ത്രത്തിന് ചികിത്സ തേടുന്നതിന് വരെ ഹോമിയോപ്പതിയിൽ പോകുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ആ വൈദ്യശാസ്ത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഉപയോഗിക്കാത്തത്. ആ പെൺകുട്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിവരമൊന്നും ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ അവൾ അങ്ങനെ ഹോമിയോപ്പതി തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അവൾക്ക് 17-18 വയസ്സ് ഉള്ള സമയത്ത് അവളുടെ ശരീരത്തിൽ അരിമ്പാറ ഉണ്ടായി. ഈ അരിമ്പാറ ഭേദമാക്കാൻ വേണ്ടി അലോപ്പതി ചികിത്സയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ്. കട്ട് ചെയ്ത് കരിച്ച് കളയണം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാട് അവിടെ അവശേഷിക്കും. വീണ്ടും ഈ അരിമ്പാറ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് മനസ്സിലുള്ളത്. അല്ല ഇത് മുറിച്ച് കളയാന്നുള്ളതല്ല. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? ഇതുണ്ടാകാൻ പാടില്ല. ഇതുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അത് മാറ്റാൻ എന്താണ് വഴി എന്നുള്ള അന്വേഷണം അവളെ എത്തിച്ചത് ഒരു ഹോമിയോ ഡോക്ടറെ അടുത്താണ്. അതിലേക്ക് രസം, ആ ഡോക്ടർ അവരുടെ വീടിന് അടുത്തുള്ളൊരു ഡോക്ടറാണ്. അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡോക്ടറോട് ഉണ്ട് എന്നറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മരുന്ന് തന്നിത് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അരിമ്പാറയ്ക്കുള്ള മരുന്ന് ഈ കൊച്ചിന് കൊടുത്തു. ഈ കൊച്ചിൻ്റെ ദേഹത്ത് നിന്നും ഈ അരിമ്പാറകൾ ഉരുണ്ടുരുണ്ട് താഴെ വീണ് പോയെന്നാണ് അവൾ പറഞ്ഞത്. അതായത് ഈ മരുന്ന് കഴിച്ച് ഏതാണ്ട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അരിമ്പാറകൾ ഓരോന്ന് വീതം ദേഹത്ത് നിന്നും തനിയെ നിലത്ത് വീണ് പോവുകയാണ്. അത് നിന്നിടത്ത് അതിൻ്റെ പാട് പോലുമില്ല. അവൾ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് അവൾക്ക് ഹോമിയോപ്പതിയിൽ നിന്നും അരിമ്പാറ മാറ്റാനായിട്ട് കിട്ടിയത്. അതിനുശേഷം ആ പെൺകുട്ടി എന്ത് രോഗം വന്നാലും എന്ത് ശാരീരിക പ്രശ്നം ഉണ്ടായാലും ശരി ഹോമിയോപ്പതി മാത്രമേ ഉപയോഗിക്കൂ. ഇപ്പോൾ അവളൊരു അലോപ്പതി ഡോക്ടറായിട്ടും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. വേറൊരു സംഭവം എനിക്കറിയാവുന്നത്, ഒരു 21-22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, അവൻ്റെ ഒരു വിരൽ മുറിഞ്ഞിട്ട് അത് പഴുത്തു. അവനൊരു ബോൺ ഡയബറ്റിക് ആണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്.
അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡയബറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. അവരിൽ 99% ഡയബറ്റിക് അല്ല, അവരെ അങ്ങനെ ആക്കി മാറ്റുന്നതാണ് ആശുപത്രികൾ. എന്നാൽ ജന്മനാ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നും ഊർജം ഉണ്ടാകാതെ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്നത്. അല്ലാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നതല്ല ഡയബറ്റിക് രോഗം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറാത്ത ആ മെറ്റാബോളിക് ഡിസോർഡറാണ്. അപ്പോൾ ഈ പയ്യനതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ കയ്യിലുണ്ടായ മുറിവ് പഴുക്കാൻ തുടങ്ങി, ആ പഴുപ്പ് മെല്ലെ പടരാൻ തുടങ്ങി. ഇവരിതുമായിട്ട് ആശുപത്രികളിൽ പോയി, അവിടുന്ന് മെഡിക്കൽ കോളേജുകളിൽ പോയി. എല്ലായിടത്തും അവന് കിട്ടിയ ഉപദേശം ഈ വിരൽ മുറിച്ച് കളയുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വിരൽ മുഴുവൻ മുറിക്കണ്ട, ഏതാണ്ടൊരു അഗ്രത്ത് നിന്നും അല്പമേ പഴുപ്പകത്തോട്ട് കയറിയിട്ടുള്ളൂ. പക്ഷേ അവർ പറഞ്ഞത് ഇനി അകത്തോട്ട് കയറും, പിന്നീട് വിരൽ പൂർണ്ണമായിട്ടും കളയേണ്ടി വരും. ഇപ്പോൾ വേണം നമുക്കൊരു പകുതി വിരൽ മുറിച്ച് കളഞ്ഞ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പയ്യന് സ്വന്തം വിരൽ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. എന്തെങ്കിലും വഴി ഇതിനുണ്ടോ എന്ന് അറിയാനായിട്ട് അവൻ അന്വേഷണം ആരംഭിച്ചു. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യം, ആ പെൺകുട്ടിയുടെ കാര്യം എടുത്താൽ, ഈ പയ്യൻ്റെ കാര്യം എടുത്താലും ശരി, ഇവരൊക്കെ ഒരു ആശുപത്രിയിൽ ചെന്ന് അവിടുന്ന് കിട്ടിയ ഒപ്പീനിയൻ അനുസരിച്ച് അങ്ങ് ചികിത്സയ്ക്ക് പോയില്ല. മറിച്ച് ഒരു കംപ്ലീറ്റ് ഹീലിംഗ് എനിക്ക് കിട്ടുമോ എന്ന ഒരു അന്വേഷണം അവർ നടത്തി. ഈ അന്വേഷണമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഈ പയ്യൻ അങ്ങനെ ഒരു അന്വേഷണം നടത്തി. എനിക്ക് എൻ്റെ വിരൽ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, അതിനെന്തെങ്കിലും വഴി വേറെ ഉണ്ടോ? അങ്ങനെ അവൻ അന്വേഷിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ യഹിയ പ്രക്കവട്ടി എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുടെ പേരറിയുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അദ്ദേഹം അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിൻ്റെ വിരൽ എങ്ങും പോവില്ല, ഞാൻ നിൻ്റെ വിരലിൻ്റെ പ്രശ്നം പരിഹരിച്ച് തരാം. അങ്ങനെ അദ്ദേഹം അവന് മരുന്ന് കൊടുത്തു. ഒരൊറ്റ മാസം കൊണ്ട് ആ പയ്യൻ്റെ വിരലിൻ്റെ പഴുപ്പ് അപ്രത്യക്ഷമായി. അവൻ്റെ വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നില്ല. അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വികലാംഗനായിട്ട് മാറാതെ ജീവിച്ചിരിക്കുന്നു. ഹോമിയോപ്പതിയുടെ അത്ഭുതമാണ്. മറ്റൊരു സംഭവം ഇതേപോലെ തന്നെ ഈ ഡോക്ടറുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, നിങ്ങളും കണ്ടു കാണും, മറുനാടൻ മലയാളി ചാനൽ വന്നതാണ്. അതായത് ഒരു കുഞ്ഞ് 3 മാസമോ 4 മാസമോ മറ്റോ പ്രായമുള്ള ഒരു കുഞ്ഞിന് ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ ഏതോ കൊടുത്ത് റിയാക്ഷനായി. സൈഡ് എഫക്റ്റ് മൂലം ആ കുഞ്ഞിൻ്റെ ശരീരം പാരലൈസ് ആയിപ്പോയി. ശരീരം പാരലൈസ് ആയി കഴിഞ്ഞപ്പോൾ അത് വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് എന്ന് മനസ്സിലായപ്പോൾ ആശുപത്രി പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അലോപ്പതിയിലെ ചികിത്സയില്ലാത്ത ഒരു വലിയ, അവിടെ ഒന്നിനും ചികിത്സയില്ല എങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു രോഗാവസ്ഥയാണ് ഏതെങ്കിലും വാക്സിനുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൊച്ചു പാരലൈസ് ആയിപ്പോയി. ഇനി അത് എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം അത് പാരലൈസായിട്ട് തന്നെ കിടക്കും, അതേ വഴിയുള്ളൂ എന്നവർ പറഞ്ഞു. ആ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ആറ്റുനോറ്റുണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. അങ്ങനെ അവർ ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ മാറ്റാൻ എന്ത് വഴിയുണ്ട് എന്ന് പല ആശുപത്രികളിലും തിരക്കി. എല്ലാ ആശുപത്രികളും പറയുന്നത് ഇതിന് ചികിത്സയില്ല എന്നാണ്. അവസാനം അവരും എങ്ങനെയോ ഡോക്ടർ യഹിയയുടെ പേരറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തെ കണ്ടു, കുഞ്ഞിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രമിച്ചു നോക്കാം, കാരണം ഇത് പാരലൈസ് ആയതാണ്, ഞാൻ ശ്രമിച്ചു നോക്കാം, നിങ്ങൾ പേടിക്കേണ്ട, ഒരു പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കുഞ്ഞിന് മെഡിസിൻ കൊടുത്തു. ആ കുഞ്ഞിന് മെഡിസിൻ കൊടുത്ത് ഏതാണ്ട് 3-4 മാസം കഴിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ശാരീരികമായിട്ടുള്ള ചലനശേഷി തിരികെ കിട്ടി. ഏതാണ്ട് 2-3 മാസം കൂടി അദ്ദേഹത്തിൻ്റെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കൊണ്ട് ആ കുഞ്ഞ് പൂർണ്ണമായിട്ടും പൂർവ്വസ്ഥിതിയിലെത്തി. ആ കുഞ്ഞിപ്പോൾ ഒരു മിടുക്കി കുട്ടിയായിട്ട് ഓടി നടന്ന് കളിക്കുന്നു. അപ്പോൾ ഇതും ഹോമിയോപ്പതി നടത്തിയ ഒരു മഹാത്ഭുതമാണ്. ഇനി മറ്റൊരു സംഭവം എനിക്ക് നേരിട്ടറിയാവുന്നത്, ഞാൻ പോയി ഇൻ്റർവ്യൂ വരെ എടുത്തതാണ്. മാവേലിക്കരയ്ക്കടുത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തൊരു ബ്രാഹ്മണൻ, അദ്ദേഹം ഒരു ക്ഷീര കർഷകനാണ്, ഒരു പശുവിൻ്റെ ഫാം അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. 10-26 പശുക്കൾ അദ്ദേഹത്തിനുണ്ട്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു തെരുവുനായ വന്നിട്ട് ഈ പശുക്കളുടെ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ കടിച്ചിട്ട് പോയി. കെട്ടിയിട്ടാണല്ലോ പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ അദ്ദേഹം പുറത്ത് വന്നപ്പോഴത്തേക്ക് നായ ഓടിക്കളഞ്ഞു. 2 പശുക്കളെ മാത്രമാണ് കടിച്ചത്. അദ്ദേഹം അപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ വിവരം അറിയിച്ചു. ഡോക്ടർമാർ വന്നു, 2നും റാബീസ് വാക്സിൻ കൊടുത്തു. ഏതാണ്ട് 5 ഡോസിൻ്റെ വാക്സിനേഷനാണ്, ഏതാണ്ട് ഒരു 50 ദിവസങ്ങൾക്കുള്ളിലാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ 2 പശുക്കൾക്കും അദ്ദേഹം ചട്ടപ്രകാരം പട്ടി കടിച്ചതിൻ്റെ പേരിൽ റാബീസ് വാക്സിനേഷൻ കൊടുത്തു. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഡോസ് കൊടുക്കേണ്ടതിൻ്റെ തലേ ദിവസം രാത്രി അദ്ദേഹം ഒരു വികൃതമായ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. രാത്രിയിൽ അദ്ദേഹം ഉണർന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഒരു പശുവാണ് ശബ്ദമുണ്ടാക്കുന്നത്. അതായത് അന്ന് നായ കടിച്ചു പോയ കുത്തിവെപ്പ് കൊടുത്ത 2 പശുക്കളിൽ ഒരു പശുവാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്. ആ പശുവിൻ്റെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ മാറി, അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. അതാണ് ഒരു പരിചിതമല്ലാത്ത, സാധാരണ പശുക്കൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ശബ്ദമുണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല.
അദ്ദേഹം എന്തായാലും ശരി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പശു അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു, വികൃതമായ ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഈ പശുക്കൾക്ക് രണ്ടിന് ലാസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കേണ്ടത്. അപ്പോൾ വാക്സിൻ കൊടുക്കാനായിട്ട് രാവിലെ ഡോക്ടേഴ്സ് വന്നപ്പോൾ അദ്ദേഹം ഈ പശുവിൻ്റെ അവസ്ഥ അവരെ കാണിച്ചു. അവർ നോക്കിയിട്ട് പറഞ്ഞു, പശുവിന് പേയിളകി. പേയിളകിയതാണ്, വാക്സിനേഷൻ കൊടുത്തെങ്കിൽ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല, അതിന് പേയിളകി കഴിഞ്ഞ് നിങ്ങളെ പശുവിൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഈ സംഭവം നമ്മളോട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഈ റാബീസ് വാക്സിൻ എടുത്താലും ശരി, അതുകൊണ്ട് ഒരു വ്യക്തിയും രക്ഷപ്പെടില്ല. രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ പശുവിന് പേയിളകില്ലായിരുന്നു. മറ്റേ പശുവിന് പേയിളകാഞ്ഞത് റാബീസ് വാക്സിൻ കൊടുത്തിട്ടല്ല എന്നുള്ളതും പകൽ പോലെ വ്യക്തം. ആ പശുവിന് ഈ പശുവിനേക്കാൾ നല്ല ഹെൽത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അതിൻ്റെ ശരീരം മറികടന്നു. എന്നാൽ ഈ പശുവിന് അത്ര കണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയാണ് വാക്സിനേഷൻ കൊടുത്തത്. പക്ഷേ ഒരു പശുവിന് പേയിളകയിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കുന്നു? ഈ വാക്സിനേഷൻ വെറും തട്ടിപ്പാണ്, ഒരു ഗുണമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നെങ്കിൽ ഈ പശുവിന് ഒരിക്കലും പേയിളകില്ല. അപ്പോൾ ഈ പശുവിന് ശാരീരികമായിട്ട് മറ്റേതിനേക്കാൾ ആരോഗ്യം കുറവായിരുന്നു. എന്നാൽ അത് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ മറികടക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വാക്സിനേഷൻ കൊടുത്തു, മറ്റേതിന് കൊടുത്തു. ഇതിന് പേയിളകിയെങ്കിൽ അതിനർത്ഥം പേയ് വിഷബാധ തടയാനുള്ള കഴിവ് ഇവിടെ കൊടുക്കുന്ന ഒരു വാക്സിനും ഇല്ല എന്ന് തന്നെയാണ്. നമ്മൾ നിരവധി മനുഷ്യർ ഈ വാക്സിനേഷൻ എടുത്തിട്ട് പേയിളകി മരിച്ചത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നമ്മുടെ സർക്കാരും വിദഗ്ധരും കൂടുന്നത് ഇതിൻ്റെ പിന്നിലെ കച്ചവടം പോലും മാത്രമാണ്. വാക്സിനേഷൻ വിൽക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട്, അതിനുവേണ്ടി മാത്രമാണ്. ഇതുകൊണ്ടൊരു ഗുണവുമില്ല എന്നുള്ളത് ഈ സംഭവം തെളിയിക്കുന്നു. അങ്ങനെ ഇവർ പറഞ്ഞ്, നിങ്ങൾ ഈ പശുവിനെ ഇനിയിപ്പോൾ ഉപേക്ഷിക്കുക, അതിനൊന്നും ചെയ്യണ്ട, അവിടെ നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, എൻ്റെ അടുത്തേക്ക് പശുക്കളെ ഒന്നും കൊണ്ടുപോകരുത്, നിങ്ങളും പോകരുത്, അത് ചത്തുപോകും, 1-2 ദിവസം ഈ പശു ചത്തുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം തുടർന്ന് മറ്റ് വെറ്ററിനറി ഡോക്ടർമാരെ പോയി കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് ഡോക്ടർമാരെ അറിയാം. കാര്യം ഈ ഫാം നടത്തുന്നതുകൊണ്ട് ഒരുപാട് ഡോക്ടർമാരെ അറിയാം. മാത്രമല്ല ഇവർക്കാണെങ്കിൽ ഈ കർഷകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ ഡോക്ടേഴ്സുണ്ട്. 4-5 ഡോക്ടർമാരെ അദ്ദേഹം കൊണ്ടുവന്ന് കാണിച്ചു ഈ പശുവിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം പശുക്കളോട് ഭയങ്കര സ്നേഹമാണ്. അവർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പേയിളകി കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നുമില്ല, ഒരിടത്തും ഒരു ചികിത്സയുമില്ല, നിങ്ങൾ ഇനിയിപ്പോൾ അതിനെ മറന്നേക്കുക എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാരെല്ലാം മടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, ആ പെൺകുട്ടി, അരിമ്പാറ കളയാൻ ശ്രമിച്ച പെൺകുട്ടി, അവൾ വേറെ വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു. വിരൽ വെഴുത്ത പയ്യൻ വേറെ വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു. അതുപോലെ കുഞ്ഞ് പാലേസായപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയുണ്ടോ എന്ന് പേരൻസ് അന്വേഷിച്ചു. അതുപോലെ തന്നെ ഈ നമ്പൂതിരിയും ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടു, എൻ്റെ പശുവിന് ഇനി പ്രശ്നമുണ്ട്, ഇത് പരിഹരിക്കാൻ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്ന് അവരോട് ചോദിച്ചു, കർഷകരോട് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് ചോദിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പാലക്കാട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ശ്രീകുമാറിൻ്റെ നമ്പർ ഇദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വീഡിയോ കോൾ ചെയ്യും, പശുവിനെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരി താമസിക്കുന്ന മാവേലിക്കരയാണ്, ഡോക്ടർ പാലക്കാടാണ്, വളരെ ദൂരെയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന് കാണാനോ കൊണ്ട് കാണിക്കാനോ ഒന്നും പറ്റില്ല, നല്ല ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വീഡിയോയിലൂടെ പശുവിനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ നിങ്ങളോട് പറയുന്ന മരുന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ക്ലിനിക്കിൽ നിന്നും പോയി വാങ്ങിക്കൊണ്ട് വരിക. ഇനി ഡോക്ടർ ശ്രീകുമാറിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. അദ്ദേഹം ആക്ച്വലി ഒരു അലോപ്പതി വെറ്ററിനറി ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരും മിൽമയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു റിസർച്ചർ കൂടിയാണ്. അതായത് ഈ ജീവികളുടെ ആനിമൽസിൻ്റെ ഹെൽത്തിന് വേണ്ടി ഒരുപാട് തരത്തിലുള്ള റിസർച്ച് നടന്ന ആളാണ്. കുറേ കാലം അദ്ദേഹം ഈ പശുക്കൾക്കും മറ്റും ഈ അലോപ്പതിയിലെ മെഡിസിൻസ് കൊടുത്തിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഈ മരുന്നുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ഹോമിയോപ്പതി ഒന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. അലോപ്പതി ഡോക്ടറായിരിക്കെ തന്നെ അദ്ദേഹം ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാൻ തുടങ്ങി. ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഭൂതപൂർവമായ റിസൾട്ടാണ് കിട്ടിയത്, ഞാൻ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള റിസൾട്ടാണ് ഈ മെഡിസിൻസ് നൽകാൻ തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം ഹോമിയോപ്പതിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന ഏത് തരത്തിലുള്ള രോഗം മാറ്റി കൊടുക്കാവുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഡോക്ടറെയാണ് ഇദ്ദേഹം വിളിച്ചത്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഇന്ന മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് പശുവിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരി പറഞ്ഞു, പശുവിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, പേയിളകിയ പശുവാണ്, ഞാനെങ്ങനെ പോകും? അപ്പോൾ നമ്മുടെ ഈ ഉമാ തോമസ് MLAക്ക് മെഡിസിൻ കൊടുത്തത് അവർ ഉള്ളിൽ കഴിക്കുകയല്ല, ചെവിയുടെ പുറകിൽ പുരട്ടുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ചെവിയുടെ പുറകിൽ പുരട്ടിക്കഴിഞ്ഞാൽ മരുന്ന് ഇഫക്റ്റ് ആകുമോ എന്നുള്ള സംശയമാണ് നമ്മുടെ മാത്തുച്ചാനൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയിൽ പലതരത്തിൽ ശരീരത്തിലേക്ക് മരുന്ന് കടത്താനുള്ള വഴിയുണ്ട്. നമ്മുടെ കൈപ്പത്തിയിൽ പുരട്ടിയാൽ മതി, കാൽപാദത്തിൻ്റെ അടിയിൽ പുരട്ടിയാൽ മതി, ചെവിയുടെ പുറകിൽ പെട്ടാം, ചർമ്മം വഴി, മൂക്ക് വഴി, അല്ലാതെ വായ വഴി കഴിക്കുന്നതുമുണ്ട്. പലതരത്തിൽ, അതായത് ഇപ്പോൾ വാ തുറന്ന് കഴിക്കാൻ പറ്റാത്ത ഒരു രോഗിക്ക് അയാളുടെ ചർമ്മത്തിലൂടെ അയാളുടെ ശരീരത്തിലേക്ക് മരുന്നെത്തിക്കാൻ പറ്റും. തളർന്ന് കിടക്കുന്ന ചില രോഗികളുണ്ട്,
തളർന്നു കിടക്കുന്ന രോഗികൾക്ക് അവരുടെ വായിൽ കൂടി അല്ലാതെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് എത്തിക്കാനും ആ മരുന്നിലൂടെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനും ഹോമിയോപ്പതിക്ക് കഴിയും. ഇത് അലോപ്പതി മാത്രം പഠിച്ച ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനോ പറ്റില്ല. കാര്യം അവിടെ ഇങ്ങനെയൊന്നുമില്ല, അവിടെ മറ്റു രീതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പശുവിൻ്റെ അടുത്തേക്ക് പോകണ്ട, നിങ്ങൾ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ വാങ്ങിക്കുക, ഒരു സ്പ്രെയർ വാങ്ങിക്കുക, അതിലേക്ക് ഞാൻ പറയുന്ന അളവിൽ മരുന്നൊഴിക്കുക, വെള്ളം കലക്കുക, എന്നിട്ട് ഈ പശുവിൻ്റെ മുഖത്തേക്ക് ഒരല്പം അകലെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പശുവിൻ്റെ മുഖത്തത് വീഴണം, പക്ഷേ പശുവിൻ്റെ മൂക്കിലും അതിൻ്റെ മുഖത്തും കണ്ണിലും അവിടെയൊക്കെ ആയിട്ട് അത് വീഴണം. അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഈ മരുന്ന് അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമ്പൂതിരി അതുപോലെ തന്നെ ചെയ്യും. മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പശുവിൻ്റെ മുഖത്തെ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഏതാണ്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് 2 ദിവസം ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞ പശുവാണ്, 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നുരയും പതയും ഒക്കെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പശു കംപ്ലീറ്റ്ലി നോർമലായി, ടോട്ടലി നോർമലായി. അപ്പോൾ അദ്ദേഹം ഡോക്ടറെ വീഡിയോ ചെയ്ത് വീണ്ടും ഈ പശുവിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു 3-4 ദിവസം കൂടെ മെഡിസിൻ കൊടുക്കുക, പശു നോർമലായി, എങ്കിലും ഒരു 3-4 ദിവസം കൂടെ മെഡിസിൻ കൊടുത്തിട്ട് പിന്നെ അതിനെ അഴിച്ച് സാധാരണ പോലെ പണ്ട് ചെയ്തിരുന്ന പോലെ അതിനെ കുളിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ എല്ലാം ചെയ്യുക, ഒരു കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പേ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ പശുവിൻ്റെ പേ മാറി. പിന്നീട് അത് ഗർഭം ധരിച്ചു, അതിനൊരു കുഞ്ഞുണ്ടായി. ഞാൻ അവിടെ ചെന്നതാണ്, ഈ നമ്പൂതിരിയെ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തതാണ്. അദ്ദേഹം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോ ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ 2 വർഷങ്ങൾ മുമ്പ് കാണിച്ചതാണ്. അപ്പോൾ ഹോമിയോപ്പതി പേവിഷബാധയുണ്ടായ ഒരു പശുവിനെ, കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത ഒരു പശുവിനെ അകലെ നിന്ന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനെ പേയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തു എങ്കിൽ ഹോമിയോപ്പതി ഇന്ന് നിലവിലുള്ള വൈദ്യശാസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യശാസ്ത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഈ വൈദ്യശാസ്ത്രത്തെ വളരാൻ അനുവദിക്കാതെ തെറ്റായിട്ടുള്ള ചികിത്സ മാത്രം കൊടുക്കുന്ന, പണത്തിൻ്റെ കരുത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വൈദ്യശാസ്ത്രത്തിന് വേണ്ടി ഇതിനെ അടിച്ചു താഴ്ത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഹോമിയോപ്പതി ആയിരിക്കണം. നിങ്ങൾ ഹോമിയോപ്പതി ഡോക്ടറെ കാണുക. ഹോമിയോപ്പതി ഡോക്ടർമാർക്കുള്ള ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിക്ക് വേണ്ടത്ര ഒരു റീച്ച് കിട്ടാത്തത്. കാരണം ഹോമിയോപ്പതി ഒരിക്കലും അലോപ്പതി പോലെയല്ല. ഹോമിയോപ്പതിയിലെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ കണ്ട് അയാളുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞ് ആ കാരണത്തെയാണ് അവർ ചികിത്സിക്കുന്നത്, സിംറ്റത്തെ അല്ല ചികിത്സിക്കുന്നത്. സിംറ്റത്തിനെയാണ് അവർ ചികിത്സിക്കുന്നതെന്ന് പറയാമെങ്കിലും ആ സിംറ്റം എന്തുകൊണ്ടുണ്ടായി എന്നതിൻ്റെ റൂട്ട് കോസ് അവർ കണ്ടെത്തി ആ റൂട്ട് കോസിനെ മാറ്റാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഒരാളുടെ കാലിന് ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെരിക്കോസ് വെയിൻ വലിച്ചു പറിച്ച് കളയുന്ന പരിപാടിയല്ല, മറിച്ച് ആ വെരിക്കോസ് വെയിൻ എന്തുകൊണ്ടുണ്ടായി, അത് എങ്ങനെ നാച്ചുറലായിട്ട് അതിനെ ഭേദമാക്കിയെടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഹോമിയോപ്പതിയുടെ ചികിത്സ പോകുന്നത്. ഒരാൾക്കൊരു പനിയുണ്ടെങ്കിൽ ആ പനി ഉണ്ടായതിൻ്റെ റൂട്ട് കോസ് എന്താണ്, ആ റൂട്ട് കോസിനെ കണ്ടെത്തി മാറ്റലാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു വട്ടം വന്ന രോഗം പിന്നീട് മിക്കപ്പോഴും വരാറില്ല. പനിയുടെ കാര്യത്തിൽ നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ കൂടെ വരുന്നൊരു പ്രശ്നമാണ് ഈ പനി എന്ന് പറയുന്നത്. ഈ പനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ ആജീവനാന്തം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നീട് അത് വഷളായിക്കൊണ്ടിരിക്കും. കാരണം അവിടെ പനിയുടെ റൂട്ട് കോസിനെ മാറ്റുകയല്ല, താൽക്കാലികമായിട്ട് സപ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റെ റൂട്ട് കോസിലാണ് ചികിത്സ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകും. ആ മരുന്നുകളും പോലും നിങ്ങൾക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുകയുമില്ല. ഇവിടെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുന്നു, പാരസെറ്റമോൾ കഴിച്ച് കിഡ്നിയും കേരളം പോകുന്നു, പനിയുടെ മരുന്ന് കഴിച്ചിട്ട് പിന്നീട് ന്യൂമോണിയ ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം കണ്ടിട്ടും വളരെ ലളിതമായിട്ട് പണച്ചെലവ് കുറവുള്ള ഫലപ്രദമായ സൈഡ് എഫക്റ്റ് ഒട്ടുമില്ലാത്ത അത്ഭുതകരമായ രോഗശാന്തി നൽകുന്ന ഹോമിയോപ്പതി നമ്മുടെ ആൾക്കാർ ഉപയോഗപ്പെടുത്താത്തത് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും മാത്രമാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർക്കൊരു പ്രശ്നമുണ്ട്, അവർ വേണ്ടത്ര റിസർച്ച് തങ്ങളുടെ തന്നെ വൈദ്യശാസ്ത്ര ശാഖയിൽ നടത്തുന്നില്ല. അലോപ്പതിയെ പോലെ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കൊടുക്കുക എന്നൊരു കൺസെപ്റ്റ് ഹോമിയോപ്പതിക്കില്ല. വരുന്ന രോഗിയുടെ എല്ലാവിധ സാഹചര്യങ്ങളും പരിശോധിച്ച് അയാൾക്ക് എന്തുകൊണ്ടതുണ്ടായി, ചിലപ്പോൾ അയാൾക്ക് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഒരു രോഗമുണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് രോഗനിർണയം നടത്തി അതനുസരിച്ചുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഹോമിയോപ്പതി പൊതുവിൽ കൊടുക്കുന്നത്. അക്കാര്യത്തിൽ റിസർച്ച് നടത്തുന്ന ഡോക്ടർമാർക്ക് എപ്പോഴും വൻ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. അവർ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള റിസൾട്ടാണ് അപ്പോൾ അവർക്ക് കിട്ടുന്നത്. ഇത് ഏത് ഹോമിയോപ്പതി ഡോക്ടർക്ക് സാധ്യമായ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയുക, കൂടുതലായിട്ടൊന്ന് പഠിക്കുക, ഈ മേഖലയിൽ വിജയം കണ്ടെത്തിയുള്ള ഡോക്ടർമാരെ കണ്ട് സംസാരിക്കുക, അവരുടെയൊക്കെ ഉപദേശങ്ങൾ തേടുക. അങ്ങനെ ഹോമിയോപ്പതി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗാവസ്ഥയും, ക്യാൻസറിനെ പോലും മാറ്റാൻ കഴിവുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖയായിട്ട് മാറാൻ കെൽപ്പുള്ളതാണ്. അതിന് ആ ഡോക്ടർമാരും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ സർക്കാരുമൊക്കെ ഒരു പിന്തുണ കൊടുത്ത്
അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. അവരുടെ പിന്നിൽ വലിയ വലിയ കോർപ്പറേറ്റുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത്രയേറെ റിസൾട്ട് കൊടുക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയെ ഒരു കാരണവശാലും ശരി തഴയാനോ ഇകഴ്ത്താനോ പാടില്ലാത്തതാണ്. കാരണം എന്താണോ ഗുണം നൽകുന്നത് അതാണ് നമുക്ക് വേണ്ടത്, അല്ല നമ്മളെ നശിപ്പിക്കുന്ന ചികിത്സാ രീതിയല്ല. ഇപ്പോൾ നമ്മളെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ചികിത്സാ രീതിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.